മിഹ്റാജിന്റെ രാത്രിയിൽ ബുറാഖ് എന്ന അത്ഭുത വാഹനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജിബ്രീലും യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ഒരു വല്ലാത്ത സുഗന്ധം മുത്തുനബിക്ക് അനുഭവപ്പെടുന്നു. പരിമളത്തിന്റെ തീവ്രതയിൽ ആശ്ചര്യം പൂണ്ട ഹബീബ് ജിബ്രീലിനോട് ചോദിക്കുന്നു, ഓ ജിബ്രീൽ, എവിടെ നിന്നാണ് ആ പരിമളം അടിച്ചു വീശുന്നത്? നബിയെ, അത് ആ ഖബറിൽ നിന്നാണ്. ഖബറിൽ നിന്ന്? അതെ. ഏത് പ്രവാചകന്റെ ഖബറാണത്? ഹബീബിന്റെ ചോദ്യം. അല്ല നബിയെ, പ്രവാചകന്റേതൊന്നുമല്ല. അതൊരു അടിമപ്പെണ്ണിന്റെയും അവരുടെ 3 മക്കളുടെയും ഖബറാണ്. ഖിയാമത്ത് നാൾ വരെ ആ ഖബറിൽ നിന്നും ഈ സുഗന്ധം അടിച്ചു വീശിക്കൊണ്ടേയിരിക്കും. ഹബീബ് ആശ്ചര്യത്തോടെ മലക്കിനോട് ചോദിച്ചു, ഇത്രയും വലിയ മഹോന്നതയിലെത്താൻ ആ അടിമപ്പെണ്ണ് എന്ത് പുണ്യമാ ജിബ്രീലെ ചെയ്തത്? ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സംഭവം വിവരിച്ചു കൊടുത്തു. ഫിറഔനിന്റെ കൊട്ടാരത്തിലെ അടിമപ്പെണ്ണായി ജീവിച്ച പെണ്ണാണവൾ. പേര് മാഷിദ. അവൾ ആരോരും അറിയാതെ മൂസാ നബിയെ കൊണ്ട് വിശ്വസിച്ചു. ഒരു ദിവസം മൂസാ നബി അവളോട് പറഞ്ഞു, മാഷിദ, നീ എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മി ചൊല്ലണം. ഒരു ദിവസം അവൾ മോളുടെ മുടി ചീക്കി കൊടുക്കുമ്പോൾ ചീർപ്പ് കയ്യിലെടുത്ത ഉടനെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി. ഞാനാണ് ഏറ്റവും വലിയ റബ്ബെന്ന് പറയുന്ന ഫറോവയുടെ കാതിലെത്തി ആ ബിസ്മി. തന്റെ കൊട്ടാരത്തിലെ ദാസി അടിമപ്പെണ്ണ് ഇസ്ലാം മതം സ്വീകരിച്ചത് ഫറോവയെ വല്ലാതെ ഹരിശം കൊള്ളിച്ചു. മാഷിദ ബീവിയെ വിളിച്ചു അതിൽ നിന്നും പിന്തിരിയാൻ ആവശ്യപ്പെട്ടു. പക്ഷേ മാഷിദ ബീവി പിന്തിരിഞ്ഞില്ല. എല്ലാ ശ്രമവും പരാജയപ്പെട്ടപ്പോൾ ഫറോവയും അനുയായികളും ഒരു യോഗം കൂടാൻ തീരുമാനിച്ചു. അവരെ കൊന്നുകളയാൻ അതിനായി വലിയൊരു തീക്കൊണ്ടം പണിതു. അതിൽ തീക്കൊളുത്തി ഒരു വലിയ പാത്രത്തിൽ എണ്ണ തിളപ്പിച്ചു. ആ അഗ്നികുണ്ഠാരത്തിനരികെ മാഷിദ ബീവിയെ കൊണ്ടുവന്ന് ഫിർഔൻ പറഞ്ഞു, മാഷിദ, ഇത് നിനക്കുള്ളതല്ല. നിന്റെ 3 മക്കളെയും ഈ തിളക്കുന്ന എണ്ണയിലിട്ട് കരിച്ചു കളയാൻ പോകുകയാണ്. എന്തു പറയുന്നു നീ? നീ വിശ്വസിച്ച മതത്തിൽ നിന്നും പിന്തിരിയുന്നോ ഇല്ലയോ? ഇല്ല, ഒരിക്കലുമില്ല. എന്നെയും എന്റെ 3 മക്കളെയും തുണ്ടം തുണ്ടമാക്കി കഷ്ണിച്ചാലും കത്തിക്കരിച്ചാലും ഞാൻ സ്വീകരിച്ച ഇസ്ലാമിൽ നിന്നും പിറകോട്ടില്ല. മാഷിദയുടെ ഉറച്ച തീരുമാനം ഇത് കേട്ട് രോഷാകുലരായ ഫറോവയും അനുയായികളും അഗ്നി കൊണ്ട് തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് മാഷിദ ബീവിയുടെ 7 വയസ്സുള്ള മൂത്ത കുട്ടിയെ പിടിച്ചു കൊണ്ടുവന്നു. ആ തിളക്കുന്ന എണ്ണയിലേക്ക് കുട്ടിയെ ഇട്ട് കരിച്ചു കളയാൻ അടുപ്പിനരികിൽ വെച്ച് ഫിറൗന്റെ കിങ്കരന്മാർ ചോദിച്ചു, ഹേ മാഷിദ, നിന്റെ കുട്ടിയെ ഈ തിളക്കുന്ന എണ്ണയിലിട്ട് കരിച്ചു കളയാൻ പോകുകയാണ്. നീ മാറുന്നോ നിന്റെ ഇസ്ലാമിൽ നിന്നും? ഈ ഭയാനകത ഒരു മാതൃഹൃദയത്തിനും സഹിക്കാൻ സാധിക്കില്ല. പക്ഷേ മാഷിദ ബീവി തന്റെ കുട്ടിയെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്ത് പറഞ്ഞു, മോളെ, നമ്മൾ സ്വീകരിച്ചത് ഏക ഇലാഹിനെയാണ്. പൊയ്ക്കൊള്ളൂ റബ്ബിന്റെ രാജസന്നിധിയിലേക്ക്. സ്വർഗീയ ആരാമത്തിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് കണ്ടുമുട്ടാം. ഇത് കേട്ട ഫറോവയും കൂട്ടരും കുട്ടിയെ തിളക്കുന്ന എണ്ണയിലിട്ട് കരിച്ചു കളഞ്ഞു. യാ അല്ലാഹ്, എത്ര ഭയാനകം! രണ്ടാമത്തെ കുട്ടിയെയും അതുപോലെ കരിച്ചു കളഞ്ഞു ആ മാതൃഹൃദയത്തിന്റെ മുന്നിൽ വെച്ച്. അപ്പോഴും ബീവി പറഞ്ഞു, ഞാൻ സ്വീകരിച്ചത് ഇസ്ലാമാണ്, ഏക ഇലാഹാണ്. ബീവി പിന്തിരിഞ്ഞില്ല. അവസാനം 7 മാസം പ്രായമുള്ള 3ാമത്തെ കുട്ടിയായ ചോരക്കുഞ്ഞിന് എണ്ണയിലേക്കിടാൻ പോകവേ ആ മാതാവ് പൊട്ടിപ്പൊട്ടി കരയാൻ തുടങ്ങി. താലോലിച്ച് താരാട്ടുപാടി കവിളിൽ മുത്തം കൊടുത്തു. മടിയിൽ വെച്ച് ഉറക്കിയിട്ട് കൊതി തീർന്നിട്ടില്ല, ലാളിച്ചാശ തീർന്നിട്ടില്ല. അങ്ങനത്തെ എന്റെ പൊന്നുമോളെയാണ് കരിച്ചു കളയാൻ പോകുന്നത്. എന്റെ കൊച്ചു പൈതലാണല്ലോ കത്തിക്കരിയാൻ പോകുന്നത്. വാവിട്ട് കരയുകയാണ് മാഷിദ ബീവി. ഇത് കണ്ട ഫിർഔനും കൂട്ടരും കളിയാക്കി ചിരിക്കുകയാണ്. ഇവൾക്കിത് സഹിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ പറയും ഞാൻ ഇസ്ലാമിൽ നിന്ന് പിന്തിരിഞ്ഞിരിക്കുന്നു.
അവരുടെ കൂട്ടച്ചിരികൾക്കിടയിൽ മാഷിദ ബീവിയുടെ കരച്ചിലിനിടയിൽ അത്ഭുതമേ അത്ഭുതം. 7 മാസം പ്രായമുള്ള കുഞ്ഞു പൈതൽ തിളക്കുന്ന എണ്ണയുടെ അരികിൽ നിന്നും വിളിച്ചു പറയുന്നു, ഉമ്മ കരയല്ലേ ഉമ്മ, വ്യസനിക്കല്ലേ ഉമ്മ, നമ്മൾ സ്വീകരിച്ചത് പരിശുദ്ധ ഇസ്ലാമല്ലയോ ഉമ്മ. ഉമ്മ ഉമ്മ റബ്ബിന്റെ സ്വർഗീയ ആരാമത്തിൽ നിന്നും നമുക്ക് കണ്ടുമുട്ടാം ഉമ്മ. കൊച്ചു പൈതലിന്റെ അത്ഭുത വാക്ക് കേട്ട മാഷിദ ഓടിച്ചെന്ന് തന്റെ കുഞ്ഞു പൈതലിനെ വാരിയെടുത്ത് മുത്തം കൊടുത്ത് ശത്രുക്കളോടായി പറഞ്ഞു, ഇല്ല ഇല്ല, ഞാൻ പിന്മാറില്ല. അഹദ് അഹദ് അല്ലാഹു അഹദ്. അങ്ങനെ ആ കൊച്ചു പൈതലിനെയും കരിച്ചു കളഞ്ഞു. തന്റെ 3 മക്കളെയും തന്റെ കൺമുന്നിലിട്ട് തിളച്ചു മറിയുന്ന എണ്ണയിലിട്ട് കത്തിക്കരിച്ചപ്പോഴും തന്റെ വിശ്വാസത്തിൽ നിന്ന് അണുവിണ പിറകോട്ടു പോകാത്ത മാഷിദ ബീവിയോട് ഫറോവയുടെ ചോദ്യം, മാഷിദ, നിന്നെയാണ് ഈ എണ്ണയിലിട്ട് കരിച്ചു കളയാൻ പോകുന്നത്, പറയൂ, എന്താണ് നിന്റെ അവസാനത്തെ ആഗ്രഹം? മാഷിദ ബീവി പറയുന്നു, എന്നെയും നിങ്ങൾ കരിച്ചു കളഞ്ഞതിനു ശേഷം കബറടക്കുമ്പോൾ കത്തിക്കരിഞ്ഞ എന്റെ ആ 3 മക്കളെയും എന്റെ കബറിൽ വെക്കണം. ജിബ്രീൽ ആ ചരിത്ര സംഭവം ഹബീബിന് പറഞ്ഞുകൊടുത്ത് അവസാനിപ്പിക്കുന്നു, ഇതാണ് നബിയെ ആ അടിമ സ്ത്രീ ചെയ്ത പുണ്യം. ഈ ഒരൊറ്റ കാരണത്താലാണ് അന്ത്യനാൾ വരെ ആ കബറിൽ നിന്നും സുഗന്ധം അടിച്ചു വീശുന്നത്. നന്മ തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്യുക.